ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കായിക രംഗത്തേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിനായി എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം. ചലച്ചിത്ര മേഖലയിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടന്മാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. വയനാട്ടിൽ ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. കായിക രംഗത്തേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരുന്നുവെന്ന് ഉറപ്പാക്കാനും അവർക്ക് പിന്തുണ നൽകാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനത്തിൽ ഹോക്കി ഇതിഹാസ താരം മേജർ ധ്യാൻചന്ദിന് ശ്രീ മോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കായിക രംഗത്ത് അഭിനിവേശമുള്ളവരെയും രാജ്യത്തിനു വേണ്ടി മത്സരിച്ചവരെയും അഭിനന്ദിക്കാനുള്ള അവസരമാണ് ഇതെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചു. ഇന്ന് ദേശീയ കായിക ദിനം. ഓരോ കായിക ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ കായികക്ഷമതയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിൽ സ്പോർട്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസ്ഥാന അമച്വർ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ടെക്നിക്കൽ ചെയർമാനും അന്താരാഷ്ട്ര റഫറിയുമായ ശ്രീ വിവേക് AS ആകാശവാണിയോട്. സ്പോർട്സ് എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് ഫിറ്റ്നസ് നൽകുന്നതിന് മാത്രമല്ല, ടീം വർക്ക്, ഡിസിപ്ലിൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുട്ടികളിലായിരുന്നാലും മുതിർന്നവരിലായിരുന്നാലും തന്നെയും വളർത്തിയെടുക്കാൻ ഒരുപാട് സഹായിക്കുന്നു. സ്പോർട്സ് നമ്മളുടെ ജീവിത ശൈലിയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അതുവഴി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാനും മാറ്റം വരുത്താനും സഹായിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് സ്പോർട്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന തലമുറകളായിരുന്നാലും ശരി തന്നെ, കുട്ടികളായിരുന്നാലും ശരി തന്നെ, അവർ നല്ല രീതിയിൽ തന്നെ ലഹരിക്ക് അടിമപ്പെടാതെയും അതുപോലെ തന്നെ ലഹരി എന്ന് പറയുന്ന വസ്തുവിലോട്ട് അവർ എത്തിനോക്കുക പോലും ചെയ്യാതെ ഈ സ്പോർട്സിലാണ് നമുക്ക് ലഹരി ഉള്ളതെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഭാവിക്ക് വേണ്ടിയിട്ട്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി നാളെ രാവിലെ 10 മണിക്ക് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന ചേഞ്ച് മേക്കേഴ്സ് കോൺക്ലേവിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6:30 വരെയും നാളെ രാവിലെ 7:30 മുതൽ 11:30 വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി വൈകുന്നേരമാണ് യോഗം. സർവകക്ഷി യോഗത്തിനു ശേഷം പുനർനിർമ്മാണ പാക്കേജിന് അന്തിമ രൂപമാകും. നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമം നടത്തിയെന്നാണ് പരാതി. കൊച്ചി സ്വദേശിയായ നടിയുടെ 7 പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത്. നടിയുടെ മൊഴി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം നടനും MLAയുമായ മുകേഷിനെതിരെയും ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് CPI അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം തീരുമാനിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ വിഷയത്തിൽ സർക്കാർ നടപടികൾ ശരിയായ ദിശയിലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതേ ആരോപണങ്ങൾ മുൻപ് ചില കോൺഗ്രസ് MLAമാർക്കെതിരെ ഉയർന്നപ്പോൾ രാജി ഉണ്ടായില്ലെന്ന് മുകേഷ് MLAയുടെ രാജിയെ സംബന്ധിച്ച ചോദ്യത്തിന് ശ്രീ ബിനോയ് വിശ്വം മറുപടി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിക്കുക, കുറ്റക്കാർക്കെതിരെ കേസെടുക്കുക, സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPCC സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ തുടങ്ങി. പ്രതിഷേധ കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം KPCC പ്രസിഡന്റ് K സുധാകരൻ MP നിർവഹിച്ചു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക, സാംസ്കാരിക വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
UPSC പരീക്ഷകളിൽ ആധാർ അധിഷ്ഠിത പരിശോധന ഏർപ്പെടുത്താൻ അനുവാദം നൽകി കേന്ദ്ര സർക്കാർ. രജിസ്ട്രേഷൻ സമയം മുതൽ പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിലും നിയമന സമയത്തും ആധാർ അധിഷ്ഠിത പരിശോധന നടത്താമെന്നും സർക്കാർ അറിയിച്ചു. സിവിൽ സർവീസ് പരീക്ഷയ്ക്കിടെ തിരിച്ചറിയൽ രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് പൂജ ഖേഡ്കറുടെ IAS പദവി റദ്ദാക്കുകയും പരീക്ഷകളിൽ നിന്നും ആജീവനാന്തം വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. നിയമസഭാ പരിസ്ഥിതി സമിതി കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ സന്ദർശനം തുടങ്ങി. ഉച്ചയ്ക്ക് 2 മണിക്ക് നാദാപുരം റെസ്റ്റ് ഹൌസിൽ യോഗം ചേരും. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മേഖലയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിവിധ വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരശേഖരണം നടത്തും. വയനാട്ടിൽ നൂൽപ്പുഴയ്ക്ക് പുറമെ നെന്മേനിയിലും കോളറ സ്ഥിരീകരിച്ചു. ചീരാൽ മുരിക്കിലാടി ഊരിലെ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. മറ്റൊരാൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. DMO ഊര് സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പാരീസ് പാരാലിമ്പിക് ഗെയിംസിൽ ഇന്ന് ബാഡ്മിന്റൺ, മിക്സഡ് ഡബിൾസ്, പുരുഷ വനിതാ സിംഗിൾസ്, തായ്ക്കൊണ്ടോ, സൈക്ലിംഗ്, അമ്പെയ്ത്ത് തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. അമ്പെയ്ത്തിൽ വനിതകളുടെ ഇൻഡിവിജ്വൽ കോമ്പൗണ്ട് ഇനത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ ശീതൽ ദേവിയും സരിതാകുമാരിയും മത്സരിക്കും. ഇതേ ഇനത്തിൽ പുരുഷന്മാരുടെ മത്സരത്തിൽ രാകേഷ് കുമാറും ശ്യാം സുന്ദർ സ്വാമിയും മത്സരിക്കും. റീകർവ്ഡ് ഇനത്തിൽ ഹർബീന്ദർ സിംഗും മത്സരിക്കുന്നുണ്ട്. തായ്ക്കൊണ്ടോ വനിതകളുടെ 47 കിലോ വിഭാഗത്തിൽ അരുണ ഇന്ന് മത്സരത്തിലിറങ്ങും. പാരാലിമ്പിക്സിന്റെ 22 ഇനങ്ങളിൽ 12 ഇനങ്ങളിൽ ഇന്ത്യൻ സംഘം മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ ക്യാൻസർ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികൾ വഴി 247 ഇനം മരുന്നുകളാണ് ഇത്തരത്തിൽ ലഭ്യമാക്കുന്നത്. കേരള ഫുഡ് ടെക് കോൺക്ലേവ് 2024 സെപ്റ്റംബർ 2 കൊച്ചിയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി P. രാജീവ്. ഫുഡ് ടെക്നോളജി വ്യവസായങ്ങളുടെ രംഗത്ത് രാജ്യത്തെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായ കേരളം ഈ മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ശ്രമത്തിലാണ്. ഫുഡ് പ്രോസസിംഗ് മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനും ഈ മേഖലയിലെ സാധ്യതകൾ കൂടുതൽ നിക്ഷേപകരിലെത്തിക്കുന്നതിനും ഫുഡ് ടെക് കോൺക്ലേവിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടൂറിസം മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിന്റെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കും. തൈക്കാട് കിഡ്സ് കോമ്പൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ശശി തരൂർ MP, കിഡ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ B. രാജേന്ദ്രൻ എന്നിവർ സന്നിഹിതരാകും. എറണാകുളം ജില്ലാ പഞ്ചായത്ത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഒക്കൽ ഫാം ഫെസ്റ്റ് ഇന്ന് മുതൽ 31 വരെ നടക്കും. ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് വൈകിട്ട് നിർവഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യ അതിഥിയാകും. രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ കാർഷിക പ്രദർശനവും വിപണനവും ഉണ്ടായിരിക്കും. ആധുനിക കൃഷി രീതിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററികളും വീഡിയോ പ്രദർശനവും ഫെസ്റ്റിൽ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 62 ലക്ഷം പേർക്ക് 3 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും. ഈ ആഴ്ച 1 മാസത്തെ പെൻഷനും അടുത്ത മാസം 2 മാസത്തെ പെൻഷനും നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് 4800 രൂപ വീതം ലഭിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 203 പോയിന്റ് ഉയർന്ന് 81,986 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 45 പോയിന്റ് ഉയർന്ന് 25,098 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം പവന് 53,720 രൂപയും ഗ്രാമിന് 6,715 രൂപയുമാണ് ഇന്നത്തെ വില. ഒക്ടോബർ 21 മുതൽ 30 വരെ നടക്കുന്ന 10ാം തരം തുല്യതാ പരീക്ഷയ്ക്ക് അടുത്ത മാസം 11 വരെ ഫീസ് അടയ്ക്കാം. പിഴയോടുകൂടി 13ാം തീയതിക്കകം ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫീസ് അടയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക രംഗത്തേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിനായി എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം. ചലച്ചിത്ര മേഖലയിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടന്മാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. വയനാട്ടിൽ ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.